ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലോവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS സ്പീക്കിങ്ങിനെ പറ്റിയാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ IELTS സ്പീക്കിംഗ് പാർട്ട് 1 പറ്റിയാണ്. പാർട്ട് 1 ഉള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പാർട്ട് 1 ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട രീതിയൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ബിഫോർ വി ഗോ ഇൻ ടു ദാറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രോട്ടോക്കോളിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. IELTS സ്പീക്കിംഗ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഒരു ഡിഫറെൻറ്റ് ഡേ ആയിരിക്കും ഫോർ ദ പീപ്പിൾ ഹു ആർ പ്രിഫറിങ് പെൻ ആൻഡ് പേപ്പർ. ബട്ട് അറ്റ് ദ സെയിം ടൈം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ സ്പീക്കിംഗ് സെയിം ഡേ ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് IELTS സ്പീക്കിങ്ങിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടാണ്. ഏറ്റവും അധികം സ്റ്റുഡൻസ് IELTS സ്പീക്കിങ്ങിന് പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കിരൺ മക്കാറിൻ്റെ സ്പീക്കിംഗ് ക്യൂ കാർഡുകളാണ്. ആൻഡ് ഈ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോണോലോഗ് വെച്ചിട്ടായിരിക്കും. ആ മോണോലോഗ് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കോൾ ആയിട്ടും ഫേസ് ടു ഫേസ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ IELTS സ്പീക്കിംഗ് നടത്തപ്പെടാം. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എക്സാമിനർ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോണോലോഗ് വെച്ചിട്ടായിരിക്കും. ആ മോണോലോഗ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇമാജിൻ ദാറ്റ് I am the examiner. So I'll be saying, good morning, my name is Kiran Tangachan. I'll be your examiner for this part of the session and the session will be recorded for marking purposes. The candidate name is എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറയും. The candidate passport number എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ പറയും. അങ്ങനെ ഒരു മോണോലോഗിന് ശേഷമായിരിക്കും നിങ്ങളുടെ നെയിം ചോദിക്കുന്നത്. ദി എക്സാമിനർ ഈസ് ഗോയിങ് ടു ആസ്ക് വാട്ട് ഈസ് യുവർ ഫുൾ നെയിം. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നെയിം പറയണം. അതിനുശേഷം ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഷുഡ് ഐ കോൾ യു, വെർ ഡു യു കം ഫ്രം, ആർ യു വർക്കിംഗ് ഓർ ആർ യു സ്റ്റഡിങ്, ആൻഡ് പോസിബിളി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോം ടൗൺ ക്വസ്റ്റ്യൻസും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വേണം. നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം എന്ന് നിങ്ങളോട് എക്സാമിനർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണിച്ചിട്ടുള്ള അതേ നെയിം എൻറ്റയർലി നിങ്ങൾ പറയണം. വാട്ട് ഈസ് യുവർ ഫുൾ നെയിം? മൈ നെയിം ഇസ് കിരൺ റെന്നി തങ്കച്ചൻ. പാർട്ട് 1 മെയിനായിട്ട് ബിഗിൻ ചെയ്യുന്നത് ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വഴിയാണ്. സച്ച് ആസ് ഹൂ, ഹൗ ഓഫൺ, ഹൗ ലോങ്, വെയർ, വെൻ, അങ്ങനെ. സോ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൂ എന്നൊരു ചോദ്യം, ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരത്തിൽ ആ ഒരു പേഴ്സണെ പറ്റി കൃത്യമായിട്ട് മെൻഷൻ ഉണ്ടായിരിക്കണം. ഹൗ ലോങ്, എത്ര നാൾ, എവിഡേ, എപ്പോൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ഉറപ്പുവരുത്താം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുക്കിംഗ് എന്നുള്ള പർട്ടിക്കുലർ ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഈ എല്ലാ ചോദ്യങ്ങളും എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഹൗ ഓഫൺ ഡു യു കുക്ക്? Who usually does the cooking in your house? Where did you learn to cook? നിങ്ങൾ എവിടെ നിന്നാണ് കുക്ക് ചെയ്യാൻ പഠിച്ചത്? When did you learn to cook? എപ്പോഴാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ പഠിച്ചത്? How long have you been cooking? എത്ര നാളായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ട്? And what kind of dishes you make? എങ്ങനത്തെ ഡിഷസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? How often do you cook? As a matter of fact, I'm not an expert cook, but I do cook occasionally, maybe like once in a week. Who usually does the cooking in your house? I would have to say my mother. She's phenomenal in terms of cooking. And my father tries his best to help as well. ഈ ഒരു ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം പാർട്ട് 1 റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ക്യാനും ഡൂവും വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്യാനും ഡൂവും വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ യെസ് ഓർ നോ വെച്ച് നിങ്ങൾക്ക് ബിഗിൻ ചെയ്യാൻ പറ്റുമെങ്കിലും കുറച്ചുകൂടി ബെറ്റർ യൂസേഴ്സ് ഇപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങൾ ആംഗ്ലോവേഴ്സിൽ ഇതിനെ CADMO എന്നാണ് വിളിക്കുന്നത്. CADMO. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ അതിൻ്റെ ഫുൾ ഫോം കാണാൻ പറ്റും. C is used for certainly, A is used for absolutely, D is used for definitely, M is used for most certainly, and O is used for of course. Yes എന്നർത്ഥം വരുന്ന വാക്കിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ബാൻഡ് കിട്ടുന്ന ഒരു കൂട്ടം സിനോണിംസിനെയാണ് നമ്മൾ CADMO എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ എക്സാമിനറിൻ്റെ മുമ്പിൽ യെസ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയാതെ ഇതുപോലത്തെ ടേംസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ഇംപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്യാനും ഡൂവും വെച്ച് ചോദിക്കുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ആൻസർ ബെറ്റർ ആക്കാനും പറ്റും. അറ്റ് ദ സെയിം ടൈം ഇഫ് യു വാണ്ട് ടു ഡിസഗ്രി വിത്ത് സംതിങ് യു ക്യാൻ യൂസ് CADMO നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ, നോ പറയുന്നതിന് പകരം സർട്ടൺലി നോട്ട്, അബ്സല്യൂട്ട്ലി നോട്ട്, ഡെഫിനറ്റ്ലി നോട്ട്, മോസ്റ്റ് സർട്ടൺലി നോട്ട് ആൻഡ് ഓഫ് കോഴ്സ് നോട്ട് എന്ന് പറയാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. ക്യാനും ഡൂവും വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന CADMO ഉത്തരമായി പറയാൻ പറ്റുന്ന ഒരു കൂട്ടം മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ടോപ്പിക് സ്പോർട്സ് ആണ് ഇത്തവണ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാൻ യു പ്ലേ എനി സ്പോർട്ട്? ഡു യു തിങ്ക് ഡൂയിങ് സ്പോർട്സ് ഈസ് എ ഗുഡ് വേ ടു റിലാക്സ്? സ്പോർട്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പോർട്സിൽ ഏർപ്പെടുന്നത് റിലാക്സ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഹാവ് യു പ്ലേഡ് എനി സ്പോർട്സ് ഇൻ സ്കൂൾ? സ്കൂൾ പഠനകാലത്ത് നിങ്ങൾ സ്പോർട്സിൽ എപ്പോഴെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഇഫ് യു ടേക്ക് എ ക്ലോസർ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെല്ലാത്തിനും
കാഡ്മോ നെഗറ്റീവോ കാഡ്മോ പോസിറ്റീവോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യു കുഡ് സേ certainly or certainly not for any of this according to your preferences. Can you play any sport? Absolutely. I play cricket from time to time and lately I've picked up a fondness towards badminton as well. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. പാസ്റ്റ് ടെൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ IELTS സ്പീക്കിംഗ് പാർട്ട് 1 വരുന്നുണ്ട്. ആൻഡ് പാസ്റ്റ് ടെൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ലൈക്ലി ഡിഡ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഡിഡ് അഥവാ വൈ വെച്ച ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വീക്കായിട്ടുള്ള ലാംഗ്വേജ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഗ്രാമർ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയയും ഇത് തന്നെയാണ്. സോ ഉറപ്പായിട്ടും ചോദ്യത്തിൻ്റെ ടെൻസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഓൾസോ ജനറൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പാർട്ട് 1 ചോദിച്ചേക്കാം, അതിനും സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ വൈ വെച്ചിട്ടായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ചുകൂടി ജനറൽ ആയിട്ട് തന്നെ നമ്മൾ ഉത്തരം പറയണം, കാര്യമായി നമ്മളെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ നോക്കിയ കുക്കിംഗ് എന്നുള്ള ടോപ്പിക്ക് വെച്ച് തന്നെ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് യു എവർ കുക്ക് വെൻ യു ആർ എ ചൈൽഡ്? നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ? വൈ ഡു സം പീപ്പിൾ ഡിസ്ലൈക്ക് കുക്കിംഗ്? എന്തുകൊണ്ടാണ് ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമല്ലാത്തത്? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് പാസ്റ്റ് ടെൻസിൽ തന്നെ ഉത്തരം പറയേണ്ടതും അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് റീസൺ പറയേണ്ടതുമാണ്. Did you ever cook when you were a child? I remember a time when I used to help my mother cut vegetables. After that, I couldn't explore much in terms of cooking. Thank you so much for watching the video. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് സ്പീക്കിങ്ങിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞങ്ങൾ കൃത്യമായിട്ട് ട്രയൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു അറ്റൻഡ് ദ ട്രയൽ ക്ലാസ്, use the link given in the description. And I'll see you next week.